നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. ശനിയുടെ രാശിമാറ്റത്തോടുകൂടി പല നക്ഷത്രക്കാർക്കും ഫലങ്ങൾ മാറി മറിയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഏപ്രിൽ മാസം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ 2025 ഏപ്രിൽ മാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇഷ്ടകാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. സുഖം, സന്തോഷം, സത്കീർത്തി ഇവയൊക്കെ അനുഭവത്തിൽ വരുന്നതാണ്. ബിസിനസ്സുകാർക്ക് വളരെയേറെ നല്ല സമയമായിട്ട് പറയണം. കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന മാസമാണ്. പൊതുവെ കർഷകർക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുകൂല സമയമാണ്. പൊതുവെ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരപ്പെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ ഉള്ളവർക്ക് നാട്ടിൽ വന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബപരമായിട്ടുള്ള ബാധ്യതകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. കാൽമുട്ട്, കൈമുട്ട് എന്നീ ശരീരഭാഗങ്ങളിലൊക്കെ വേദന, നീർക്കെട്ട് എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. എന്നിരുന്നാലും ലഘുവായിട്ടുള്ള ചികിത്സകൾ കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്താർച്ചന നടത്തുക, അതേപോലെ തന്നെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തുക. ഇതെല്ലാം ദോഷഫലത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ വീട്, വാഹനം, ഭൂമി എന്നിവയൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അല്പം ചില മാനസിക സംഘർഷങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ എന്തെങ്കിലും തരത്തിലുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന മേഖലകൾ തിരഞ്ഞെടുക്കാനും അത് പ്രത്യേകിച്ച് പുതിയ സാങ്കേതിക വിദ്യ പ്രകാരമുള്ള പഠന മേഖല തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും ഗുണപരമായിട്ടുള്ള മാസമാണ്. പൊതുവെ തൊഴിൽ രംഗത്ത് പൂർണ്ണ തൃപ്തിയും സന്തോഷവും കൈവരുന്നതാണ്. ശനിയുടെ രാശിമാറ്റത്തോടുകൂടി കൂടുതൽ അനുകൂല സമയമാകുന്നതാണ്. ശനിയുടെ രാശിമാറ്റം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾ മൂലം നേട്ടമുണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ ഉദ്യോഗ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന വിവാഹാലോചനകളൊക്കെ പുനരാലോചിക്കുന്നതും അത് വിവാഹത്തിൽ എത്താനുമുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പഠനകാര്യങ്ങളിലും നേട്ടമുണ്ടാകുന്നതാണ്. വീട് നന്നാക്കുക, വാഹനം നന്നാക്കുക എന്നിവയ്ക്കും പുതിയതായിട്ട് വാങ്ങുന്നതിനും ഒക്കെ സാഹചര്യം ഉണ്ടാകും. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യം കിട്ടും. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഭക്ഷണ കാറ്ററിംഗ് പോലെയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്നിരുന്നാലും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ചിലപ്പോഴൊക്കെ അലട്ടിക്കൊണ്ടിരിക്കാം. മഹാവിഷ്ണു പ്രീതി വരുത്തുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവന് കൂളമാല, ധാര ഇവ വഴിപാടായിട്ട് നടത്തുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2025 ഏപ്രിൽ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർത്തത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഭൂമിയൊക്കെ ക്രയവിക്രയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ലോൺ എടുത്തും മറ്റും വീട്, വാഹനം തുടങ്ങിയവ ഒക്കെ വാങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കച്ചവടത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് അമിതമായിട്ട് ധനം ചെലവ് ചെയ്തുള്ള, അതായത് റിസ്ക് എടുത്തുള്ള ധനനിക്ഷേപം പാടില്ല എന്നർത്ഥം. ചെലവ് ചെയ്തുള്ള നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക, അതായത് റിസ്ക് എടുത്തുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക എന്നർത്ഥം. ചില ബാധ്യതകളൊക്കെ ഉണ്ടായേക്കാം. അതോടൊപ്പം പ്രകൃതിക്ഷോഭം മൂലം ദോഷങ്ങൾ ഉണ്ടായേക്കാം. ആചാര്യസ്ഥാനത്തുള്ളവർക്കും സംഘടനാ നേതൃത്വങ്ങളിലുള്ളവർക്കും ഒക്കെ ഗുണപരമായിട്ടുള്ള മാസമാണ്. വിദേശയാത്രയ്ക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും വിനോദയാത്രകൾക്കുമൊക്കെ അവസരങ്ങൾ വന്നു ചേരും. ഇടവിട്ടുള്ള കാലത്ത് സാമ്പത്തിക മോശം വന്നു ചേരാം. സന്താനങ്ങളെ കൊണ്ടും തിരിച്ചു സന്താനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. അവരിൽ നിന്ന് പരസ്പരം നേട്ടങ്ങളും ഉണ്ടാകാം. ധനനഷ്ടം ഉണ്ടാകുമെന്നുള്ള ആശങ്കയിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കുക. പൊതുവെ സന്തോഷം, സത്കീർത്തി, സംതൃപ്തി എന്നീ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക, ഗണപതിക്ക് അർച്ചന നടത്തുക, കർഗമാല സമർപ്പിക്കുക. ഇവയൊക്കെ ദോഷഫലത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് കർക്കിടക കൂറുകാരുടെ
വരുന്ന ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാൻ കർക്കിടക്കൂറിൽ വരുന്നത് ഉണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് തുടങ്ങി വെച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ്, പൊതുമേഖല എന്നീ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സഹോദരങ്ങളുമായി ചില നീരസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകാം. പൊതുവെ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന മാസമാണ്. കാൽപാദത്തിനും കാൽമുട്ടുകൾക്കും ഒക്കെ വേദന ഉണ്ടായേക്കാം. കാർഷിക മേഖല, വ്യവസായം എന്നീ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഗുണപരമായിട്ടുള്ള മാസമാണ്. കൈമോശം വന്ന വസ്തുവകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ സാധന സാമഗ്രികൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പഠനകാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ്. കൂടാതെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ സൗഖ്യം ഉണ്ടാകുന്നതാണ്. വാഹന സൗഖ്യം, ഗൃഹസൗഖ്യം, സന്താന സൗഖ്യം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. ഗണപതി ഹോമം നടത്തുക, ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം നടത്തുക, ഇവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്ത് വ്യാഴമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ചയും നന്മയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അത് ദൈവാധീനത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ അധ്വാനത്തിനനുസരിച്ച് തക്കതായിട്ടുള്ള പ്രതിഫലം ലഭിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ കുറവായിട്ട് തോന്നാം. എന്നിരുന്നാലും തൊഴിലിനോട് ആത്മാർത്ഥതയും സംതൃപ്തിയും ഒക്കെ കൈവരുന്നതാണ്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, എഞ്ചിനീയറിംഗ്, ബാങ്കിങ് എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പേരും പ്രശസ്തിയും ഉണ്ടാകാം. തൊഴിലിൽ കീർത്തി നേടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചിങ്ങക്കൂറുകാരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കൂടി വന്നേക്കാം. വീട് നന്നാക്കുക, മുടങ്ങിക്കിടന്ന ചികിത്സകളൊക്കെ പുനരാരംഭിക്കുക, വിദേശയാത്ര നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുക എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ വാദം, പിത്തം, കഫം എന്നിവ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കരുതിയിരിക്കുക. പൊതുവെ ദൈവാധീനം ഉണ്ടാകുന്നതാണ്. കുടുംബ സൗഖ്യവും ഉണ്ടാകുന്നതാണ്. എന്നാൽ ചിലവുകളൊക്കെ കർക്കശമായി നിയന്ത്രിക്കേണ്ടതാണ്. ദേവീക്ഷേത്രത്തിൽ ചുവന്ന മാല സമർപ്പിക്കുക, ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്നതാണ്. പുതിയ അധികാര സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ വീടൊക്കെ പണിഞ്ഞ് അതിൽ താമസമാക്കാനുള്ള യോഗമുണ്ട്. ഭൂമിയുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. വീട് മോടി പിടിപ്പിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. കൃഷി ചെയ്യുന്നവർക്കും കുടിൽ വ്യവസായം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ലാഭം വർദ്ധിക്കുന്നതാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ മടിയും അലസതയും ഒക്കെ ബാധിച്ചേക്കാം. കഠിനാധ്വാനം ചെയ്ത് താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉയർച്ച നേടണമെന്ന് ആഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാം. നിയമകാര്യങ്ങളിലൊക്കെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ആചാര്യസ്ഥാനവും സംഘടനാ നേതൃത്വ സ്ഥാനവും ഒക്കെ വഹിക്കുന്നവർക്ക് നല്ല അനുകൂല സമയമാണ്. അവർക്ക് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ ചില നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങേണ്ട ആവശ്യം വന്നേക്കാം. നൂതന സാങ്കേതിക ആശയങ്ങളൊക്കെ ഉടലെടുത്ത് അത് പ്രാവർത്തികമാക്കി വിജയം നേടാം. ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി നടത്തുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക, ഇതൊക്കെ ദോഷഫലത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിലപ്പോഴെങ്കിലും മനപ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കാം. എന്നിരുന്നാലും ഉദ്ദേശിച്ച കാര്യങ്ങൾ പൊതുവെ തൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. ഉപരിപഠനത്തിനും വിദേശയാത്രയ്ക്കും ഒക്കെ ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. അതൊക്കെ നടക്കുന്നതാണ്. ബന്ധുക്കളുമായി അത്ര അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി എന്ന് വരില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കടബാധ്യതകളിലൊക്കെ ചെന്നുപെടാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സന്താനങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ്. അവരിൽ നിന്ന് സന്തോഷ വാർത്തകളൊക്കെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പഠന കാര്യങ്ങളിൽ പുഷ്ടി ഉണ്ടാകുന്നതാണ്. ഉന്നതരുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അല്പം തടസ്സങ്ങളും വന്നു ചേർന്നു എന്ന് വരാം. നല്ല ദാമ്പത്യ ഭദ്രത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വ്യാപാര വ്യവസായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. ഇപ്പോഴുള്ള രീതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾ
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാൽ അർച്ചന നടത്തുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പൊതുവെ തുലാക്കൂറുകാർ ദർശനം നടത്തുക, വെറ്റിലമാല നൽകുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2025 ഏപ്രിൽ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ധനഭാഗ്യ യോഗമുണ്ട്. പൊതുവെ മനസ്സമാധാനത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നിവയ്ക്കൊക്കെ അനുകൂല ഭാഗ്യങ്ങളുണ്ട്. ഇതുവഴി ആത്മവിശ്വാസവും രോഗശമനവും ഉണ്ടാകുന്നതാണ്. വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സന്താനങ്ങളെ ഉപരിപഠനത്തിനായി അന്യദേശങ്ങളിലേക്ക് അയക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുക്കൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരുമെങ്കിലും ഭാവിയിൽ അതുമൂലം നിരാശ ഫലമുണ്ടാകാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് മുൻപ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബ പ്രശ്നങ്ങളൊക്കെ പരസ്പര ധാരണയോടുകൂടി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ഭരണ നൈപുണ്യം ഉണ്ടാകുന്നതാണ്. അതിൽ ആഭിമുഖ്യവും വർദ്ധിക്കുന്നതാണ്. ദൈവാധീനം മൂലം എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാൻ സാധിക്കുന്നതുമാണ്. കഫ, പിത്ത രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാര, പുറവിളക്ക് എന്നിവ നടത്തുക. ഇവയെല്ലാം ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൂർവീയ സമ്പത്തൊക്കെ ലഭിക്കുന്നതാണ്. നിയമകാര്യങ്ങളിൽ അനുകൂല ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നതാണ്. സാങ്കേതിക മേഖലയിൽ ബിരുദങ്ങളുള്ളവർക്ക് ഉദ്യോഗം ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ദൂരയാത്രകളൊക്കെ ഒരു പരിധിവരെ നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. തസ്കര ശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കലാകാരന്മാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ചിന്ത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. പൊതുവെ ജോലിഭാരം വർദ്ധിക്കുന്നതാണ്. കൂടാതെ തൊഴിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക വഴി തൊഴിൽ നേട്ടങ്ങളും വേതനത്തിൽ വർധനവും ഒക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്കും ഗുണപരമായിട്ടുള്ള മാസമാണ്. കലാപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വിജയം ഉണ്ടാകുന്നതാണ്. നനച്ചിരിക്കാതെ ജോലി ലഭിക്കുന്നതാണ്. അതായത് തൊഴിൽ കാര്യത്തിൽ ഭാഗ്യമുണ്ട് എന്നർത്ഥം. സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുന്നതിന് അവസരമുണ്ടാകും. മുതിർന്നവർക്ക് ചികിത്സ സംബന്ധിച്ചുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ്. വീട്ടിൽ സ്വർണം, ഗൃഹോപകരണങ്ങൾ, ചില മൃഗങ്ങൾ എന്നിവയെ വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായി ശാസ്താവിന് പ്രത്യേകം വഴിപാടുകൾ സമർപ്പിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം വഴിപാടുകളെ ചെയ്യുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സ്വപ്രയത്നങ്ങളാൽ നേട്ടമുണ്ടാകുന്നതാണ്. സംസാര ചാതുര്യത്താൽ മറ്റുള്ളവരെ അനുനയിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. മുതിർന്നവർ സന്താനങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് പൊതുവെ എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം പ്രകടമാക്കുന്ന സമയമാണ്. വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹത്തിൽ ഉന്നതസ്ഥാനീയരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തനം, കുടുംബാംഗങ്ങളെ ഒത്തുചേർക്കുക, മറ്റ് പൊതുരംഗത്തുമൊക്കെ ശോഭിക്കാനുമൊക്കെയുള്ള സാഹചര്യമുണ്ട്. കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയിൽ ഏർപ്പെടുന്നതൊക്കെ വിജയം കൈവരിക്കുന്നതാണ്. കോഴി വളർത്തൽ, മത്സ്യകൃഷി, നാൽക്കാലി എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ലാഭമുണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഉടലെടുക്കുന്നതാണ്. സമാധാനവും ഉണ്ടാകുന്നതാണ്. വിദേശത്തുനിന്നും ധനാഗമനവും പൊതുവെ എല്ലാ കാര്യത്തിലും ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. ചില എഴുത്തുകുത്തുകൾ മൂലം നഷ്ടപ്പെട്ട ഭൂമിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ്. ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മംഗളമായി പരിണമിക്കുന്നതാണ്. ദോഷപരിഹാരമായി സർപ്പങ്ങൾക്ക് 100 പാലും വഴിപാട് നടത്തുക. മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൊരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കേസുകളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ദൈവാധീനത്താൽ
തുടങ്ങി വെക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കുന്നതാണ്. ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നതിനും ഉന്നത ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. നടുവ്, കാൽപാദം എന്നിവിടങ്ങളിൽ വേദനയും രോഗക്ലേശങ്ങളും ഉണ്ടാകാം. എന്നാൽ അതെല്ലാം ചികിത്സയിലൂടെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കും ആശ്വാസം ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് പഠനകാര്യത്തിൽ പുഷ്ടി ഉണ്ടാകുന്നതാണ്. പരീക്ഷാ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കേസുകളിലും വഴക്കുകളിലും ഒക്കെ വിജയം കൈവരിക്കുന്നതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കായിക രംഗത്തുള്ളവർക്ക് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല അനുകൂല സമയമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിലിൽ പ്രമോഷൻ ലഭിക്കുന്നതാണ്. ആതുര സേവന രംഗത്തുള്ളവർക്ക് പ്രശംസകളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പണമിടപാടുകൾ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നല്ല വീട് നിർമ്മിക്കുന്നതിനും സന്താനങ്ങൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിക്കുന്നതിനുമൊക്കെയുള്ള അനുകൂല സമയമാണ്. രക്ഷിതാക്കൾക്ക് ചെറിയ മനക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. വിവാഹപ്രായമായവർക്ക് വിവാഹം ഉറപ്പിക്കുവാനുള്ള യോഗവുമുണ്ട്. കലാ, സാഹിത്യം, സിനിമ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കൃഷി, കർമാദി കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്നതാണ്. ഉദരരോഗങ്ങൾ, കാൽമുട്ട് വേദന എന്നിവയെ കരുതലെടുക്കുക. ശിവക്ഷേത്രത്തിൽ ധാര, പുറവുകളൊക്കെ എന്നീ വഴിപാടുകളെ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം എന്നീ വഴിപാടുകളെ ചെയ്യുക. ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഗുരുസ്ഥാനം വഹിക്കുന്നതിനുള്ള യോഗവും ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നതിനും ഇടയാകാനുള്ള സാഹചര്യമുണ്ട്. നല്ല മനസ്സ്, ആത്മാർത്ഥത എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പൊതുവെ സാമ്പത്തിക വിജയം ഉണ്ടാകുമെങ്കിലും ചില ദുരനുഭവങ്ങളും മനപ്രയാസവും ഒക്കെ ഉണ്ടാകാം. ആരോഗ്യം ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യവിജയവും ഉണ്ടാകുന്നതാണ്. വീട് വയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സർക്കാരിൽ നിന്നും പൊതുവെ അംഗീകാരങ്ങൾ, അഭിവൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാമെങ്കിലും ചില തിരിച്ചടികളും ഉണ്ടാകുന്നതാണ്. ശത്രുക്കളെ സൃഷ്ടിക്കാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മുതിർന്നവർ ആരോഗ്യനിലയും ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശയാത്രയ്ക്കുള്ള അനുമതി ഉണ്ടാകുന്നതാണ്. നാട്ടിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കഴിവുകൾക്ക് അനുസൃതമായി അതൊക്കെ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഭൂമിയിലും സ്വർണത്തിലുമൊക്കെ നിക്ഷേപം നടത്താൻ ആലോചിക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണ്. പുതിയ പ്രമാണ ഉടമ്പടികളിൽ ഒപ്പുവെക്കേണ്ട സാഹചര്യങ്ങളും വന്നുചേരാം. പുതിയ കൂട്ടുകെട്ടുകളും ഉണ്ടാകുന്നതാണ്. അയൽക്കാരുമായി അല്പം അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. കലാകാരന്മാർക്കും അനുകൂല സമയമാണ്. കാത്തിരുന്ന ചില അംഗീകാരങ്ങൾ കൈവന്നു ചേരുന്നതാണ്. കുടുംബജീവിതം പുഷ്ടിപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. സർപ്പങ്ങൾക്ക് 100 പാലും നടത്തുക. 12 രാശിക്കൂറുകാരുടെയും 2025 ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് ഇപ്പോൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.